ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രം. മലയാളത്തിൽ ആദ്യമായി ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് തന്നെയാണ് ഈ സിനിമ കാണാനായി എന്നെ പ്രേരിപ്പിച്ച ആദ്യ ഘടകം. ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന ഈ സിനിമ രാഹുൽ ജി, അതുപോലെ തന്നെ ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ എന്നിവരാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. എനിക്ക് ഈ സിനിമ ആദ്യം കണ്ടു തുടങ്ങിയപ്പോൾ ഒരു കുഞ്ഞിരാമായണം ഫീലാണ് തോന്നിയത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായി എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഡ്യൂറേഷനാണ്. 2 മണിക്കൂർ 4 മിനിറ്റ്. തീരെ ലാഗില്ലാതെ കഥ പറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് തീരെ ബോറടിക്കുന്നില്ല. ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ഒരു സമാധാനം കളിയാടുന്ന നാട്, അവിടുത്തെ ഒരു ലോക്കൽ ഡിറ്റക്റ്റീവായ ഉജ്ജ്വലൻ, അവിടുത്തെ ചില കിണ്ടി മോഷണവും ചില പാത്രമോഷണവും എല്ലാം കണ്ടുപിടിച്ച് നടക്കുന്ന ഒരു ഡിറ്റക്റ്റീവ്. പെട്ടെന്ന് അവിടെ കുറെ സീരിയൽ കില്ലിങ്സ് നടക്കുന്നു. തുടർന്ന് കഥ ഒരു ത്രില്ലർ പാറ്റേണിലേക്ക് മാറുന്നു. വളരെ രസകരമായി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ്. ഫസ്റ്റ് ഹാഫിലേക്ക് പോവുകയാണെങ്കിൽ കോമഡി ട്രാക്കിൽ നിന്ന് തുടങ്ങി പതിയെ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്ത് നമ്മുടെ ഒരു സീരിയൽ കില്ലർ സിനിമയ്ക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള ഒരു സസ്പെൻസ് ഫാക്ടർ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. ഒരു പേടിത്തൊണ്ടനായ ഡിറ്റക്റ്റീവ് ഒരു കേസ് അന്വേഷണത്തിന് ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഒരു ഇരുട്ടിനെ പേടിയുള്ള മനുഷ്യൻ ഒരു കേസ് അന്വേഷണത്തിന് ഇറങ്ങുന്നത് നമ്മൾ മുന്നേ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ അദ്ദേഹത്തിന്റെ പേടിയുടെ കാരണം എന്താണ് എന്ന് കൃത്യമായി നമ്മളിലേക്ക് എത്തിക്കാൻ ഡയറക്ടർക്ക് അല്ലെങ്കിൽ ഡയറക്ടർമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴും ആ ത്രില്ലിംഗ് എലമെന്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ കഥ പറഞ്ഞു പോയി ഒരു നല്ല ഒരു ക്ലൈമാക്സും സിനിമയ്ക്കുണ്ട്. പിന്നെ പെർഫോമൻസുകളിലേക്ക് വരികയാണെങ്കിൽ ധ്യാൻ ശ്രീനിവാസനും സിജു വിൽസണും അവരുടെ തനതായ ശൈലിയിലുള്ള അഭിനയം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് തന്നെ നമ്മുടെ കുഡോസ് മീഡിയയിലുള്ള എല്ലാവരും തന്നെ സിനിമയിലുണ്ട്. അവർക്കെല്ലാം വളരെ പ്രാധാന്യമുള്ള റോളുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യ അവസാനം അവരെ നമുക്ക് സ്ക്രീനിൽ കാണാം എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എനിക്ക് ഈ സിനിമയിൽ നെഗറ്റീവായി തോന്നിയ ഒരു കാര്യം, ഈ സൈക്കോ കില്ലറിന്റെ ഒരു ബാക്ക് സ്റ്റോറിയിൽ എനിക്കത്ര കൺവിൻസിംഗ് ആയി ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ്. പക്ഷേ അതൊന്നും ചിത്രം മോശമാകാൻ ഒരു കാരണമാണ് എന്ന് ഞാൻ പറയില്ല. തീർച്ചയായും ആദ്യ അവസാനം ഞാൻ എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമ തന്നെയാണിത്. ഇത് എൻ്റെ മാത്രം പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കാം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. തീർച്ചയായും നല്ലൊരു അനുഭവം തന്നെയായിരിക്കും. അടുത്ത സിനിമയുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് ആശിഷ് ബാബു സൈനിങ് ഓഫ്. താങ്ക് യു. പിന്നെ സിനിമ കഴിഞ്ഞു പോകുമ്പോൾ ആരും പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കാണുവാൻ മറക്കരുത്. ഈ യൂണിവേഴ്സിലെ അടുത്ത ചിത്രമായ ജാംബിയുടെ ഒരു അപ്ഡേറ്റ് ഉണ്ട്. പിന്നെ പുറത്ത് നല്ല മഴയുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക.